ഹായ് നമസ്കാരം. ജനസേവ ഹെൽത്ത് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിതീവ്രമായി ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൂടിൽ നിന്ന് എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടത്, അതിനെക്കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽഡ് ആയൊരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചൂടിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് കേരളത്തിൽ പാലക്കാട് വളരെ ചൂട് കൂടുതലാണ്. എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. മിക്കവാറും ആൾക്കാർ കുട്ടികൾക്കൊക്കെ നല്ലപോലെ വെള്ളം കൊടുക്കുക. വെള്ളത്തിൽ ഒരു ഇതും കാണിക്കണ്ട, പിശുക്കും കാണിക്കണ്ട. കാരണം അത്രയ്ക്ക് ചൂടാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പോൾ യൂറിനേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് യൂറിൻ ഇൻഫെക്ഷൻ അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് വെള്ളം നല്ലപോലെ കുടിക്കുക. ഫസ്റ്റത്തെ ഒരു ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പം 90% ആൾക്കാരും ഇപ്പം തന്നെ അറിയാം സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സൺസ്ക്രീൻ ലോഷൻ ഏതൊക്കെ ഫോമിൽ അവൈലബിൾ ഉണ്ട്, അതിലെന്തൊക്കെയാണ് കണ്ടന്റ് ഉള്ളത്, അത് ആർക്കൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചിട്ടാണ്, ആർക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോയാണ്. ആദ്യം തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സൺസ്ക്രീൻ ലോഷൻ എന്തിനാണ് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത്, അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. ആദ്യം തന്നെ എന്തിനാണ് സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കുന്നവരോട്, നമ്മുടെ സൂര്യനിൽ ഇപ്പോൾ വരുന്ന അൾട്രാവയലറ്റ് റേസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ സൂര്യനിൽ ഇപ്പോൾ കൂടുതൽ അൾട്രാവയലറ്റ് റേസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള അൾട്രാവയലറ്റ്സ് ഉണ്ട്. അൾട്രാവയലറ്റ് എ, ബി എന്നൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈ ബി പോലുള്ള നമ്മുടെ ശരീരത്തിൽ എഫക്റ്റ് ചെയ്യുമ്പോൾ പൊള്ളലൊക്കെ സംഭവിക്കാറ്, അങ്ങനെയൊക്കെയാണ് പൊള്ളലൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്നത്. ഇത് വന്നിട്ട് ലോഷൻ ഫോമിലുണ്ട്, സൺസ്ക്രീൻ ലോഷൻ്റെ ലോഷൻ ഫോമിലുണ്ട്, പിന്നെ ക്രീമി ഫോമിലുണ്ട്, പിന്നെ വന്നിട്ട് ജെല്ല് ഫോമിലൊക്കെ ഉണ്ട്. ഇതുപോലെ ജെല്ല് ഫോമിലൊക്കെ പിന്നെ ഉണ്ട്. അപ്പോൾ ഇത് എങ്ങനെയൊക്കെയാണ്, ഇത് ആർക്കൊക്കെയാണ്, ആദ്യം നമ്മുടെ സ്കിന്നിന് ഏത് തരത്തിലുള്ളത് നോക്കുക. ചിലർക്ക് ഹാർഡ് സ്കിന്നായിരിക്കും, ചിലർക്ക് സോഫ്റ്റ് സ്കിന്നായിരിക്കും. പിമ്പിൾസ് വരുന്ന പോലത്തെ സ്കിന്നൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ലോഷനാണെങ്കിൽ ലോഷൻ. ഹാർഡ് സ്കിന്നാണെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ലോഷൻ തന്നെ ഉപയോഗിക്കുക. സോഫ്റ്റ് സ്കിന്നാണെങ്കിൽ പിന്നെ എല്ലാവർക്കും അറിയണ പോലെ നമുക്ക് ക്രീം ഉപയോഗിച്ചാൽ മതി. പിന്നെ ഈ ഫേസിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ജെല്ല് ഉപയോഗിക്കുക. അപ്പോൾ മോക്കൊരു പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഇത് ഒരു 3 മണിക്കൂർ നിൽക്കും. നമുക്കൊരു ഇപ്പോൾ രാവിലെ തേച്ചിട്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും ഒരു 3 മണിക്കൂർ നമുക്ക് ഇതിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടും. വീണ്ടും വെയിലത്ത് പോവുകയാണെങ്കിൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതങ്ങനെയാണ്. കാരണം ഇല്ല, നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണെങ്കിൽ വാഷ് ചെയ്തിട്ട് എന്തായാലും സൺസ്ക്രീൻ ലോഷൻ ഉപയോഗിക്കുന്ന സമയത്ത് ഉപയോഗിച്ച ശേഷം നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊന്ന് വാഷ് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വേണം ഫേസിനൊക്കെ ഒന്ന് വൃത്തിയാക്കണം. കാരണം ആ ക്രീമോട് കൂടി നമ്മൾ ഇരിക്കാൻ പാടില്ല. പ്രത്യേകിച്ച് വേറൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് കൊച്ചുകുട്ടികൾക്കൊന്നും ഇത് ഉപയോഗിക്കാൻ പാടില്ല. ആ കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമുക്ക് ഇതിൽ കാണുന്നത് ലോഷനായാലും ക്രീമിലായാലും കാണുന്നത് SPF 30, SPF 50 എന്നൊക്കെ കാണിക്കുക. അപ്പോൾ 75 എന്നൊക്കെ. അത് വേറൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. SPF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ്. സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ 30 ആണെങ്കിൽ നോർമലായിട്ട് വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 30 മതി. ഇനിയിപ്പോൾ പുറത്ത് പോയി ജോലിക്ക് സ്കൂളിലേക്ക് മറ്റേ കുട്ടികൾ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകുന്ന സ്ത്രീകളോ പുരുഷന്മാരോ അങ്ങനെയൊക്കെ ആണെങ്കിൽ, അത് മാത്രമല്ല ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് വന്നു, അതുകൊണ്ട് നമ്മൾ ഉപയോഗിച്ചില്ല എന്ന് പറയണ്ട. അതിന് 50 ഉപയോഗിക്കുക. കാരണം 50 ഉപയോഗിക്കുന്ന സമയത്ത് ഒരു 97% നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ അത് 50 മതിയാവും. പിന്നെ 75 അത്രയൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം അത് എന്തായാലും ഏതും സൺസ്ക്രീൻ ലോഷനും 100% പ്രൊട്ടക്ഷൻ കിട്ടില്ല. പിന്നെ എബോ 75 നമുക്ക് 50 തന്നെ കിട്ടുമ്പോൾ പിന്നെ നമുക്ക് അത് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പിന്നെ വന്നിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ മറ്റേ UV പ്രൊട്ടക്ഷൻ എന്ന് കാണിക്കും. അത് വേറൊന്നുമല്ല, PA+, PA++, PA2+ എന്ന് കാണിക്കും. അത് ജസ്റ്റ് വേറൊന്നുമല്ല, UV പ്രൊട്ടക്ഷനാണ്. അത് PA++ ഉള്ളത് വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ SPF 50 PA++ ഉള്ള സൺസ്ക്രീൻ ലോഷൻ ക്രീമും വാങ്ങി ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്കൊരു 90% മുകളിൽ എന്തായാലും പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മ വയ്ക്കുക. അതിനനുസരിച്ച് വാങ്ങുന്ന നല്ല ക്രീമുകളാണ്.
ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത ടിപ്സുമായി കാണുന്നവരെ